മക്കളെ മഞ്ഞ് മഴ മഞ്ഞാണ് പെയ്യണട്ടാ കേട്ടാ. ഫ്രോസ്റ്റ് ഫുൾ ഫ്രോസ്റ്റ് ആയിട്ടുണ്ട്. ഫുൾ വൈബാട്ടാ, വൈബോട് വൈബ്. കണ്ട ഐസുള്ള മാതിരി നിർത്തിക്കൂടി. ഇപ്പോൾ ഭയങ്കര കൂളിംഗ് ആണ്, ഭയങ്കര തണുപ്പാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര ഐസ് കുറച്ച് നേരം മുമ്പ് വരെ ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോൾ കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഭയങ്കര എന്താ പറയാ, തണുപ്പ്. സത്യം ഊട്ടിയിലാണ്, തലക്കുന്തയിലാണ്. ഭയങ്കര മിസ്റ്റ്, ഭയങ്കര ഫോഗ്, അടിപൊളി തണുപ്പ്. ആസ്വദിക്കണേ പോകുന്നോളി. സൂപ്പർ വൈബ്, സൂപ്പറാണ് കേട്ടോ. അടിപൊളി രക്ഷയില്ല. ഈ ഡ്രോണൊക്കെ വർക്ക്. ഓ വൈബ് മോനെ, രക്ഷയില്ലോ. പെരുന്തണുപ്പാട്ടാ. നോക്കി ആരുടെ ഹലോ. ഈ ടൈമിൽ കാറിൻ്റെ ഉള്ളിലുള്ള ഇതിൽ കണക്ട് ആയതുകൊണ്ടാണ് വീഡിയോയിൽ സൗണ്ട് വരാഞ്ഞത്. ഇത് എന്താ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സൺറൂഫിൻ്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് മിസ്റ്റ് പോലെ ആയിട്ടുണ്ട്. സംഭവം വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു, അല്ല ഐസൊന്നും ഇല്ലായിരുന്നു. തണുപ്പുണ്ടായിരുന്നു, പക്ഷേ വലിയ ഐസൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ജനുവരി റിപ്പബ്ലിക് ഡേൻ്റെ ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഊട്ടിയിലേക്ക്. അതിൻ്റെ തലേ ദിവസം വരെ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ലാസ്റ്റ് ഞങ്ങളൊരു എൽക്ക് ഹിൽ എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കാര്യമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ടെമ്പിൾ, ഞാൻ ഇതുവരെ ഊട്ടിയിൽ വന്നിട്ട് ഈ ഒരു സ്ഥലം ഞാൻ കവർ ചെയ്തിട്ടില്ലായിരുന്നു. അടിപൊളി പ്ലേസ് പറഞ്ഞാൽ അടിപൊളി പ്ലേസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തലക്കുന്ത പോകുന്നതിനെക്കാട്ടിയും ഒരു ഭയങ്കര ഹാപ്പിനെസ് ഇവിടെ നിന്ന് വന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് മിസ്റ്റ് കാരണം ശരിക്കും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഞങ്ങൾ കാറോടെ പാർക്ക് ചെയ്തിട്ട് പിന്നീട് നടന്നു വരുന്ന സമയത്താണ് കുറച്ചൊരു മിസ്റ്റ് ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതുപോലെ ഈ മുരുകൻ്റെ ഒരു വിഗ്രഹം, ഞാൻ മലേഷ്യയിൽ മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത്. എന്തോ ഒരു കേവ്സ് ഉണ്ടല്ലോ അവിടെ. ശരിക്കും ഈ നെക്സ്റ്റ് മലേഷ്യ പോകണം നമുക്ക്, അത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു സുബ്രഹ്മണ്യ സ്വാമീൻ്റെ ഈ ഒരു വലിയൊരു വിഗ്രഹം ഉള്ളത് മലേഷ്യയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല സിനിമയിലും വീഡിയോസിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ ഈ ഒരു സംഭവം. ഈ ടെമ്പിളിൽ ഞങ്ങൾ തൊഴുതതിൻ്റെ ശേഷമാണ് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല കുറച്ച് നേരമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ചില്ലായിട്ട് അവിടെ നിന്ന് ഒരുപാട് ആളുകൾക്ക് ഞാൻ വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു, വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിക്കോട്ടെ, ടൂറിസ്റ്റ് പർപ്പസിനായിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങിയ സമയത്ത് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് മിസ്റ്റ് വീണ്ടും നന്നായിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു താഴെ ഭാഗത്തൊക്കെ. അമ്പലം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഊട്ടിയിലേക്ക് തിരിച്ചു വരുന്നൊരു വീഡിയോ ആണിത്. സൈഡിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പൈൻ മരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ തേയില തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു സ്ഥലമായിരുന്നു ഈ എൽക്ക് ഹിൽ എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ എൽക്ക് ഹില്ലിൽ പോയിട്ടില്ല. അത് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി ഇത് ഇത്ര ഒരു ഓഫ് ബീറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു ടെമ്പിൾ അല്ലേ എന്നുള്ള രീതിയിൽ നോർമലി എപ്പോഴും ഉണ്ടാകുന്ന പോലെയാണ് വിചാരിച്ചിട്ടാണ് ഞാനും നിന്നിരുന്നത്. പക്ഷേ ഗൂഗിളിൽ ഞാൻ അതിൻ്റെ ലൊക്കേഷൻ അടിച്ച് നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു സൂപ്പറായിട്ടുള്ള ഈ ഒരു മുരുകൻ്റെ ആ ഒരു വിഗ്രഹമാണ് എന്നെ കൂടുതലായിട്ട് ആകർഷിച്ച്. അങ്ങനെ ഒന്ന് പോയി നോക്കാമെന്നുള്ള രീതിയിൽ പോയതാണ്. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു സൈഡിൽ നിർത്തിയിട്ട് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിൽ ചെറിയ രീതിയിലുള്ളൊരു ഫുഡ്, ഒരു എഗ്ഗൊക്കെ ഇട്ടിട്ടുള്ള ചെറിയൊരു നൂഡിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ തന്നെ കഴിച്ചു. സൂപ്പറായ ഒരു ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ഇതാണത്, എന്താ പറയുക, സ്റ്റൗ. പിന്നെ വന്നിട്ടുള്ള ഡയറക്റ്റ് ഞങ്ങൾ നേരെ വന്നു മോഡീസ് കഫേ എന്ന് പറയും. ഊട്ടിയിൽ പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. അവിടുത്തെ ഒരു ഹോട്ട് ചോക്ലേറ്റ് മൂക്കത് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്താണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നത്. എന്തായാലും അത് അവൾ കഴിക്കുന്നൊരു വീഡിയോ ആണിത്. പിന്നെ നെക്സ്റ്റ് മോഡീസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഹൈ കലോറി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ട്രൈ ചെയ്യാവുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ വേറെ ഊട്ടി വർക്കി അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ ഉള്ളൊരു ഷോപ്പാണ് ഈ മോഡീസ്. വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ വന്ന് ട്രൈ ചെയ്യാവുന്നൊരു ഷോപ്പാണ്. പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോരുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ അത്യാവശ്യം ഒരു ഈവനിങ് ടൈമായി, നല്ല കൂളിങ് നല്ല കയറി വരുന്നുണ്ടായിരുന്നു. മക്കൾ ബാക്കിലിരുന്നിട്ട് ഫോണിൽ കളിയും തല്ലും പിടിയും ഒക്കെ ആയിട്ട് ബാക്കിൽ നല്ല എൻജോയ് ആയിരുന്നു അവർക്ക്.
അപ്പോൾ ഓക്കെ, ഇനിയും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.